Hi friends, welcome back to 40 Day Study Plan of ASM, Day 5 and 6. ഇപ്പോൾ ഡേ 4 വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ്, നിങ്ങൾക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നതിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഡേ 5 ആൻഡ് 6 നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് കൊണ്ടുപോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ടല്ലേ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫുൾ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാനുള്ള കാരണം അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് പഠിച്ചാൽ 5 മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഉള്ളത് കൊണ്ടാണ് എക്കണോമിക്സും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ ഏകദേശം ഫുൾ ടോപ്പിക്സ് തന്നെ കവർ ചെയ്യും. ബാക്കിയുള്ളതെല്ലാം ഹോട്ട് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഹോട്ട് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേ 5 എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന ഭാഗത്ത് ഗവർണർ, ലോകസഭ, രാജ്യസഭ, ഹൈക്കോടതി, മുഖ്യമന്ത്രി, CAG, GST കൗൺസിൽ, ഓക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങളും കൂടി ഈ ഒരു ഭാഗത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ കൂടാതെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ മുഖ്യമന്ത്രി, ഗവർണർ, ലോകസഭ, രാജ്യസഭ, ഹൈക്കോടതി, പിന്നെ അതുപോലെ CAG, GST കൗൺസിൽ കൂടി നിങ്ങൾ പഠിക്കുക. അടുത്തത് ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിക്കേണ്ടത്. പാർട്സ് ഓഫ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ മാർച്ച് 2025 കറണ്ട് അഫയേഴ്സാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA എക്സാം കഴിഞ്ഞു, അതുപോലെ ലാബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞു. ലാബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാമിനൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത് 2025 ഓറിയൻറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് അല്ലേ. 2024 ലാസ്റ്റ്, അതുപോലെ 2025 കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതോടൊപ്പം മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് മാർച്ച് 2025 പഠിച്ചെടുക്കുക. അതേപോലെ ജാനുവരി 2025 നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് റിവിഷനും കൂടി കൊണ്ടുപോകണം. ക്ലിയർ ആയല്ലോ. ഇനി SCERT പഠിക്കേണ്ടത് 5th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ആണ്. ജനങ്ങൾ ജനങ്ങളാൽ എന്ന ലെസൺ ന്യൂ SCERT ആണ് കേട്ടോ. SCERT 5th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ജനങ്ങളാൽ. ഇത്രയാണ് ഡേ 5 പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഡേ 6 വരാം. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കാം. ഡേ 6 എന്ന് പറയുമ്പം June 27 ആണ് കേട്ടോ. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളുമാണ് നോക്കേണ്ടത്. ആ ഭാഗത്ത് PSC, UPSC, ധനകാര്യ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ എന്ന കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. PSC, UPSC, ധനകാര്യ കമ്മീഷൻ, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി മാത്സിലേക്ക് വരാം. മാത്സ് സാധാരണ പലിശ, കൂട്ടുപലിശ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് പഠിക്കാം. മാത്സിൽ സാധാരണ പലിശ മാത്രമാണ് ഡേ 6 പഠിക്കേണ്ടത്. മലയാളത്തിൽ വാക്യശുദ്ധി പഠിക്കുക കേട്ടോ. SCERT ലെസൺ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ലെസണാണ് പഠിക്കേണ്ടത്. ന്യൂ SCERT ലെസണാണ്. 9th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന SCERT ലെസണാണ് പഠിക്കേണ്ടത്. ന്യൂ SCERT ആണ് 9th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ. ഇത്രയും കാര്യങ്ങളാണ് ഡേ 5 ഡേ 6 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ചും കൂടി ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നവരൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡേ 10 മുതൽ കുറച്ചും കൂടി അഡീഷണൽ ടോപ്പിക്സ് നമ്മൾ തരും. എന്നാൽ മാത്രമാണ് ഈ ഹോട്ട് ടോപ്പിക്സ് SCERT, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും ഒന്ന് പഠിച്ചു പോയിട്ട് അതോടൊപ്പം റിവിഷനും കൂടി ഒന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ചും കൂടി ടോപ്പിക്സ് പഠിക്കാനുള്ള ഈ സാഹചര്യം ഒരുക്കിയെടുക്കണം കേട്ടോ. നമ്മളുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറയണം. കാരണം നമുക്ക് തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, അതിനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയാൻ നമുക്ക് പറ്റില്ല അല്ലേ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ നമുക്കിനി എക്സാമിനുള്ളൂ. അപ്പോൾ ഈ ഉള്ള ദിവസങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്കത് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ കമൻസ് അനുസരിച്ചാണ് എനിക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കെ ആണോ എന്നുള്ളത്.
സെക്രട്ടേറിയറ്റ് ഒയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരു ബ്ലൂ പ്രിൻ്റായി കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പഠനം തുടരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നമുക്ക് അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ അതുമായി അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയായിരിക്കും ASMൻ്റെ എക്സാമിനും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ എടുത്തു വെച്ച് അതിലെ പോയിന്റ്സ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് സെക്രട്ടേറിയറ്റ് ഒയുടെയും അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും. സെക്രട്ടേറിയറ്റ് ഒയുടെയും ലാബ് അസിസ്റ്റൻറ്റിൻ്റെയും മെയിൻസ് എക്സാം എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ എക്സാം രീതിയിൽ നിങ്ങൾ അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അതുകൂടാതെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ആ ഒരു സീരീസിലൂടെ കൊണ്ടുപോകുന്നത്. ഒരു മന്തിലെ കാര്യങ്ങൾ A to Z പഠിക്കുകയല്ല, അവിടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ മുൻപ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ മാത്രമാണ് ആ സീരീസിലൂടെ കവർ ചെയ്ത് പോകുന്നത്. ആ ക്ലാസ്സുകൾ ഓഡിയോ ക്ലാസ്സുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തൽക്കാലം നമുക്ക് അതിൻ്റെ സ്ലൈഡ്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തരാനുള്ള സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ഓഡിയോ ക്ലാസ്സുകളാണ്, അത് ജസ്റ്റ് കേട്ട് പഠിക്കുക. അതിന് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് പോവുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. 10th മെയിൻസിനാണെങ്കിലും ശരി, ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും ശരി, ഇനി അങ്ങോട്ടുള്ള CPO WCPO അതുപോലെ ASMനെല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സീരീസ് ആയിരിക്കും അത്. ഇപ്പോഴത്തെ എക്സാമുകൾക്കൊക്കെ 2025 കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. 2023 മുതലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് നടന്ന നമ്മളുടെ പിയൂണിൻ്റെ എക്സാമിന് വരെ 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരമൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2025 കറണ്ട് അഫയേഴ്സാണ് അതിൽ കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ASMൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ എത്ര പേര് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ടൈം ടേബിൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, SCRT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുൾ ആവും. അതിനനുസരിച്ച് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലെ ആ ഒരു ടൈം ടേബിൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയും ചെയ്യാം. നല്ലൊരു റാങ്ക് ഫയൽ സജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് 1-2 കമൻറ്റ്സ് കണ്ടു. നല്ലൊരു റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ അധികം തെറ്റുകളില്ലാത്ത റാങ്ക് ഫയൽ നിങ്ങൾ നോക്കി മേടിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റാങ്ക് ഫയൽസ് ഒന്ന് ബെസ്റ്റ്, ലക്ഷ്യ, ടാലൻറ്റ്, ഇത് 3 ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബെസ്റ്റും ലക്ഷ്യയുമാണ്. മറ്റുള്ള റാങ്ക് ഫയൽസ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിക്കാത്ത കാര്യത്തിന് അഭിപ്രായം പറയാനും അറിയില്ലല്ലോ. അപ്പോൾ ബെസ്റ്റിൻ്റെയും ലക്ഷ്യയുടെയും റാങ്ക് ഫയലുകൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല റാങ്ക് ഫയലാണ്. അതുപോലെ ഇപ്പോൾ വൊക്കാബ്സ്പീഡിയയുടെ ഒരു റാങ്ക് ഫയൽ അല്ല, PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അതായത് ഓരോ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ തന്നിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ബുക്കാണെന്നുള്ള അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനൊന്നും അറിയില്ല. വൊക്കാബ്സ്പീഡിയയുടെ ടെലഗ്രാം ചാനലിൽ ഈ പറഞ്ഞ പുസ്തകത്തിൻ്റെ ഡെമോ പേജസ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് കൺവീനിയൻ്റ് ആണ്, ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കാത്ത കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത Day 7, 8 ടൈം ടേബിളുമായിട്ട് നമുക്ക് Day 6 അവസാനിക്കുക ദിവസം June 27 വൈകുന്നേരം 7 മണിക്ക് അടുത്ത ഒരു ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ASMന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്സും കമൻസും ഒക്കെ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.